ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരീഷ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്യച്ഛൻ നാട്ടുകാരോടും അതുപോലത്തെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഇവരെ പറ്റി മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെയാണല്ലോ, നാട് മുഴുവൻ പെണ്ണ് തപ്പി നടക്കുമായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അപ്പോൾ ഇതൊക്കെ ഹരീഷ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം. അപ്പോൾ ഹരീഷിൻ്റെ ആ ഒരു കസ്റ്റമർ, അതായത് വണ്ടി മേടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നു, ഇത് ഹരീഷ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഓക്കെ അല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. എത്രയായെന്ന് ചോദിച്ചപ്പം തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഹരീഷ് പൈസയും വാങ്ങിച്ച് ഇങ്ങ് പോരുക. ആ സമയത്ത് വല്യച്ഛൻ വലിയ ആൾ കളിച്ച് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് വല്യച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അതെ, ഒന്ന് വരണം എന്ന് പറഞ്ഞു. എന്താ ഒന്ന് വരണം? അപ്പം ഞാനങ്ങല്ല എന്നും പറഞ്ഞ് വല്യച്ഛൻ ഇരിക്കുമ്പം ഇവിടെ നിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാറണോ അതോ ഒറ്റയ്ക്ക് നാറണോ എന്ന് ചോദിക്കുക ഹരീഷ്. അപ്പോൾ നാറുണ്ടല്ലോ എന്ന് വിചാരിച്ച് വല്യച്ഛൻ ഹരീഷിൻ്റെ കൂടെ അങ്ങ് ചെല്ലുന്നു. ഹരീഷ് മാന്യമായി മാറ്റി നിർത്തിയിട്ട് ഇങ്ങോട്ട് നീങ്ങിക്കാൻ പറഞ്ഞു. എന്താ? വല്യച്ഛൻ്റെ പേടിയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലത്തെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാവുന്ന കാര്യം ഹരീഷ് ഇയാളോട് പറയുക. കല്യാണത്തലേന്ന് രാത്രി നിങ്ങളുടെ മരുമകനായി എനിക്ക് സുഭാഷ് ചേട്ടനെ മതി എന്ന് പറഞ്ഞു. നിങ്ങളുടെ മരുമകളാണ്, എനിക്ക് സുഭാഷ് ചേട്ടനെ മതിയെന്ന് പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ മതിലയാടി വന്നത്. അപ്പോഴാ കല്യാണം ഞങ്ങൾ നടത്തിയിരുന്നെങ്കിലേ ഞാൻ വെല്ലുവിളിച്ചത് സത്യമായനെന്ന കാര്യം ഹരീഷ് ഇയാളോട് പറയാം. നിങ്ങൾ അവൾക്ക് വേണ്ടി കണ്ടുപിടിച്ച വലിയ തറവാട്ടിലെ ചെക്കനില്ലേ, ആ ദുബായിലെ ഷെയ്ഖ്, അവനെ വേണ്ടാന്ന് വെച്ചിട്ടാ നിങ്ങളുടെ മരുമകൾ എൻ്റെ ചേട്ടനെ തേടി വന്നതെന്ന കാര്യം പറയുമ്പം പറഞ്ഞിട്ട് നിൽക്കുക വല്യച്ഛൻ. അതും എൻ്റെ ചേട്ടൻ വേണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഈ കടയുടെ മുന്നിലിരുന്ന് വാചകം അടിക്കുന്നത്. അല്ലായിരുന്നെങ്കിലേ എൻ്റെ വീട്ടുകാരെ പറ്റി ഓരോന്ന് പറഞ്ഞ് നടക്കണം നാട്ടുകാർ നിങ്ങളുടെ വീട്ടുകാരെ പറ്റിയും അത് തന്നെ പറയണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. നിശ്ചയിച്ച കല്യാണം നിന്നുപോയി. നിങ്ങൾ നാണം കടണ്ട എന്ന് കരുതി മാത്രമാണ് സുഭാഷ് ഏട്ടൻ സുനന്ദയെ വീട്ടിലേക്ക് തിരിച്ചയച്ചത്. എന്നിട്ട് ആ കല്യാണം നടത്തിയതിനെ പറ്റിയും അതിന് ഞങ്ങൾ വലിഞ്ഞു കയറി വരുന്നതിനെ പറ്റിയും ഒരു നാണം ഇല്ലാണ്ട് നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, കഷ്ടം എന്നും പറഞ്ഞ് നമ്മുടെ ഹരീഷ് ഇങ്ങനെ ഇയാളെ പൊളിച്ചെടുക്കുക. ഇത് നിങ്ങൾ മാത്രം കേൾക്കാൻ പാകത്തിന് തനിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ടെങ്കിലേ അതാണ് എൻ്റെ മാന്യത, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. ഇതേ കാര്യം കുറച്ച് ഉറക്കെ എല്ലാവരും കേൾക്കാൻ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുക. പറയട്ടെ എന്ന് ഒച്ചയ്ക്ക് ചോദിച്ചപ്പോൾ വേണ്ട മോനെ എന്ന് പറഞ്ഞു. ഇനി കൂടുതൽ ചിലക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ വയസ്സിന് മൂത്ത ആളാണെന്നുള്ള ആ ഒരു മര്യാദയുണ്ടല്ലോ, ആ മര്യാദ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചത്. പിന്നെ എൻ്റെ സുഭാഷ് ഏട്ടൻ തരുന്ന മര്യാദയൊന്നും ചിലപ്പോൾ ഞാൻ തന്നെന്ന് വരില്ല. പറഞ്ഞ് മനസ്സിലായോ എന്ന് ചോദിച്ചു ഹരീഷ്. വെറുതെ കായ്ക്ക് പണിയുണ്ടാക്കി വെക്കല്ലേ എന്ന് പറഞ്ഞോണ്ട് ഹരീഷ് കുളവനെ ശരിയാക്കുമെന്ന് പറഞ്ഞു. ഹരീഷ് നോക്കുമ്പോൾ അടുത്ത കടയിലെ ചേട്ടൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ചേട്ടൻ. ഈ സമയം പിന്നെ കാണിക്കുക നമ്മുടെ നിധി കേട്ടോ. നിധി ഇങ്ങനെ ഇരിക്കുമ്പോൾ നിധിയുടെ ഫോണിലേക്ക് കോൾ വന്നു. ഹലോ നിധി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് വിളിച്ചതാണ്. നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ക്ലിയർ ആയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അതെ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് നാളെ രാവിലെ 10 മണിക്കാണ് ഷെഡ്യൂൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സമയത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ സാർ വരാമെന്ന് പറഞ്ഞു. നിധിക്ക് ഭയങ്കര ഹാപ്പി. ഈ സമയത്ത് ഹരീഷും സുധീഷും കൂടെ വീട്ടിലേക്ക് വരിക. അപ്പോൾ നിധി ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാ വീട്ടിലെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പറയാണ് അത് സുഭാഷിൻ്റെ കാര്യം. അപ്പോൾ ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാടാ എന്നൊക്കെ പറഞ്ഞപ്പം ഇപ്പോൾ വിഷമിച്ചിട്ടെന്താ കാര്യം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ഹരീഷ് സുധീഷിനോട് ചോദിക്കുമ്പം അതൊക്കെ ശരിയാണ്, എന്നാലും പക്ഷേ ഈ സങ്കടത്തിലും എനിക്ക് ആശ്വാസം കണ്ടെത്തുന്ന ഒരു കാര്യം എന്താണെന്ന് എനിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. എന്താ? നിധിക്ക് മനസ്സ് ശരിയല്ല എന്ന് തോന്നുമ്പോൾ എന്നെയാണ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്. അത്രയും ഒരു സമാധാനം ഉണ്ടെന്ന് സുധീഷ് പറയാം. അതിലൊരു ചെറിയ സന്തോഷം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഹരീഷിൻ്റെ മുഖം വാടിയപ്പം എന്നും പറഞ്ഞിരിക്കുക ഹരീഷ്. അപ്പോൾ എടാ എന്ന് വെച്ചാൽ സുഭാഷ് ഏട്ടൻ സങ്കടത്തിലിരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണെന്നുള്ള ഒരു ചോദ്യമായിട്ടൊന്നും നീ വരണ്ട കേട്ടോ. സുഭാഷ് ഏട്ടൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. നിധി എന്നെ വിളിക്കുന്നതിൽ ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പം ഞാനും അത് തന്നെ ആലോചിച്ചതെന്ന് ഇന്ന് സുഭാഷ് ഏട്ടനെ പറ്റി തന്നെ ആലോചിക്കായിരുന്നു എന്നും ഹരീഷ് പറഞ്ഞു. ഇന്നെന്തായാലും വീട്ടിൽ പോയിട്ട് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട, ജോലിക്ക് പോയിട്ട് പുള്ളി നേരത്തെ വന്നു എന്നുള്ളതാണ് നിധി പറഞ്ഞൊരറിവ്. അപ്പോൾ അവളോട് എന്തൊക്കെയോ പറഞ്ഞു, കരഞ്ഞു എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളായിട്ട് വീണ്ടും സംസാരിച്ച് പുള്ളി വിഷമിപ്പിക്കേണ്ടെന്നും സുധീഷ് പറയാം. അപ്പോൾ ശരിയെന്ന് ഹരീഷും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹരീഷ് സുധീഷ് മണത്ത് നോക്കിയിട്ട് ഇതെന്താ ഇത് കുറേ ഉണ്ടല്ലോ, ഇത് മൊത്തം വീട്ടിലേക്കാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു.
അപ്പോൾ എല്ലാവരും ആകെ ഡള്ളായിട്ടിരിക്കല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. വിഷമം വന്ന് ഓവർകം ചെയ്യാനുള്ള നല്ല ബെസ്റ്റ് വേ നല്ല ഫുഡ് അടിക്കലാണെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് അന്തം വിട്ടിങ്ങനെ നോക്കുക സുധീഷിനെ. നല്ല ഫുഡ് ചെന്നാൽ പാതി പ്രശ്നം തീരുമെന്ന് തോന്നി. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ട്, ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, റൊമാൽ റൊട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവമേ സുധീഷേട്ടൻ തന്നെയാണോ ഇതെന്ന് ഹരീഷ് ചോദിക്കാട്ടോ. ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങുന്ന ആളല്ലല്ലോ സുധീഷേട്ടൻ എന്ന് പറയുമ്പം അതെന്താടാ? അതേടാ ഫ്രീ ആയിട്ട് തരാനേ എൻ്റെ അമ്മായപ്പൻ നടത്തുന്ന കടയാണല്ലോ അതെന്ന് സുധീഷ് ഹരീഷിനോട് പറയാം. ക്യാഷ് എണ്ണി കൊടുത്ത് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഇന്നേ വരെ ആ പഴക്കമൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിശയിച്ച് പോയതാണെന്ന് പറഞ്ഞു. അന്നേരം എടാ നീയൊക്കെ കൂടെ എന്നെ അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കല്ലേ, കാശ് ചിലവാക്കാത്തവനാണ്, ഏത് നേരവും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അതിലൊരു ശരിയില്ലേ സുധീഷ് ഏട്ടാ? അതല്ലേ ഞങ്ങൾ പറയുന്നത്. വീട്ടിലേതെങ്കിലും ഒരു കാര്യത്തിന് സുധീഷേട്ടൻ കാശ് ഇതുവരെ ചിലവാക്കിയിട്ടുണ്ടോ എന്ന് ഹരീഷ് ചോദിച്ചു. ഏതെങ്കിലും ഒരു സമയത്ത് കാശ് ചിലവാക്കേണ്ടി വന്ന നൈസായിട്ട് സ്കൂട്ടാവുകയല്ലേ പതിവ്. പിന്നെ നീയാണല്ലോ പിന്നെ വീട്ടിലെ ചിലവുകൾ മൊത്തം നടത്തുന്നത്. പാടാപ്പ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. സുഭാഷേട്ടനോട് ചോദിച്ചാൽ അറിയാമെന്ന് പറയും. അപ്പോൾ എനിക്ക് കഴിയുന്നത് പോലെ ഞാനും ചെയ്യുന്നുണ്ടെന്ന് സുധീഷ്. ഒരു മുട്ട് സൂചി പോലും വാങ്ങിച്ചിട്ടില്ല എന്ന് ഹരീഷ് പറഞ്ഞു. ചെറുക്കാച്ചുമ്മനോട് കണക്ക് പറയാൻ നിൽക്കരുത് കേട്ടോ. വല്ല ഡയലോഗ് അടിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നീ ഇന്ന് പുഴ ഇറക്കാം. അപ്പോൾ താമ്പാടോ എന്ന് പറഞ്ഞു ഹരീഷ്. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കായി. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സുഭാഷ് അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് നികേഷ് വന്നിരുന്നു. അപ്പോൾ സുഭാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എങ്ങോട്ട് പോകുക സുഭാഷേട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു നികേഷ്. എടാ നീ എന്നെ പിടിച്ച് വെച്ചിരുത്തി ഇവന് സംസാരിക്കുന്ന എൻ്റെ പണിയൊന്നും നടക്കില്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു. എൻ്റെ പൊന്നേട്ടാ കുറച്ച് നേരം ഇവിടെ ഇരിക്കും, അത് കഴിഞ്ഞിട്ട് പോരെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വണ്ടിയുടെ ശബ്ദം കേട്ടു. ഇവർ ചെന്ന് നോക്കുമ്പോൾ അനിയന്മാർ കൈ നിറയെ സാധനങ്ങളുമായിട്ട് വരുവാണ്. ഇതെന്താ ഇത് സുധീഷ് ഏട്ടാന്ന് നോക്കുമ്പോൾ എന്നും ഇവിടുത്തെ സാമ്പാറും ചോറും കഴിച്ച് ബോറടിച്ചില്ലേ, അതുകൊണ്ട് കുറച്ച് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ, റൊമാൽ റൊട്ടി, അങ്ങനെ കുറച്ച് വെറൈറ്റികളാവാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ കാശ് വേസ്റ്റ് ആക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുക. ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായിട്ടല്ലേ ഇതെങ്കിലും ചെയ്യട്ടെ സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് പറഞ്ഞു. വേണ്ട എന്നും പറഞ്ഞ് സുധീഷ് ഇങ്ങനെ പിടിച്ചൊരു തള്ളി ഹരീഷിനെ. ഇനി അതും പറഞ്ഞ് തുടങ്ങണ്ട എന്ന് നികേഷ് പറഞ്ഞു. സുഭാഷ് ഏട്ടാ വന്നേ നമുക്കിതെടുക്കാം വാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും അതുപോലെ ഹരീഷും കൂടെ അങ്ങ് പോയപ്പോൾ നിധി ഇങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം പോയി കൈ കഴുകിയിട്ട് വാ, ഞാൻ പ്ലേറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ നിധി അങ്ങ് പോയി വാടാ കൈ കഴുകാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ കൈ കഴുകാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം എടുത്തു വെച്ചു, കഴിക്കുന്നു. എല്ലാവരും വയറ് നിറയെ കഴിക്കുമ്പോൾ സുഭാഷ് മാത്രം ഇതിനകത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. സുഭാഷ് കഴിക്കുന്നില്ല. അപ്പോൾ സുഭാഷ് ഇത് കഴിക്കാതിരുന്നപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര ഒരു വിഷമം. സുഭാഷ് കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അടിപൊളിയാണ്, കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് എനിക്കിപ്പോൾ 4 അല്ലേ സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ എന്ന് നികേഷ് നിധിയോട് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജോലിക്ക് എത്ര ഇൻ്റർവ്യൂ ഒരു തവണ പോയാൽ പോരെയെന്ന് ഹരീഷ് ചോദിക്കുമ്പം ചില സ്ഥാപനങ്ങളിൽ 3ഉം 4ഉം റൗണ്ട് കഴിഞ്ഞൊക്കെ ആളെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു നിധി. നികേഷേ എല്ലാം കേട്ട് മനസ്സിലാക്കി വെച്ചോ എന്ന് ഹരീഷ് പറയാം. ഇനി നീയാണ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ആൾ നമ്മുടെ ഹരീഷ് പറയുമ്പോഴത്തേക്കും സുധീഷ് ഇരുന്ന് ചിരിച്ചു. സുഭാഷ് അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അച്ഛൻ പാട്ടൊക്കെ പാടി വരുന്നത്. അച്ഛൻ വന്നപ്പോൾ എല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കുക. മോളെ എൻ്റെ പാഴ്സലിങ് തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയോട് പറഞ്ഞു. നിധി അന്നേരം അച്ഛൻ്റെ പാഴ്സൽ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് വന്നിരുന്ന് കഴിക്കുകയാണ്. അച്ഛൻ പാട്ടും പാടിയിരുന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. സുഭാഷ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞു സുധീഷ് വിളിച്ചു. സുഭാഷ് ഒന്നും കഴിക്കുന്നില്ല. എന്താ വിളിച്ചേ? എന്താ പറ്റിയേ? കുറവുണ്ടോ ഇപ്പം? എന്ത് കുറവുണ്ടോന്ന്? അല്ല ഏട്ടന് തലവേദനയാണെന്ന് നികേഷ് പറഞ്ഞു. അത് കുറവുണ്ടോന്നാ ചോദിച്ചത്. കുറവുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പം ഓക്കെയാ. സുഭാഷേട്ടൻ എങ്ങനെയാടോ ഓക്കെ ആവുന്നത്? ഇഷ്ടപ്പെട്ട കുട്ടിയുടെ കല്യാണ ദിവസം എന്ന് അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ. സുഭാഷേട്ടൻ അപ്പോൾ ഓക്കെ ആവും അല്ലേ സുഭാഷേട്ടാ എന്ന് സുഭാഷിനോട് ചോദിക്കുമ്പോഴേക്കും സുഭാഷ് അതിനൊന്നും മിണ്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ വന്നേന്ന് പറഞ്ഞു സുധീഷ് നികേഷിനെ വിളിക്കുക. സുഭാഷ് ഏട്ടനോട് ഒക്കെ പറഞ്ഞിങ്ങനെ പതുക്കെ ചെവിയിൽ എന്തൊക്കെയോ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അനിയനും. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക എന്താ നിങ്ങൾ പറയണേന്ന് ചോദിച്ചുകൊണ്ട്, അതായത് നിധി ഒന്നുമില്ലെന്ന് പറഞ്ഞ് സുഭാഷ് ഇരിക്കുന്നു. നികേഷ് എഴുന്നേറ്റ് പോയി. അപ്പോൾ എങ്ങോട്ട് പോകുവാന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ദിസ് ഈസ് ഫോർ യു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധീഷ് മ്യൂസിക് എന്നും പറഞ്ഞു, പാട്ട്, ഡാൻസ്, 3 അനിയന്മാരും കൂടെ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷിൻ്റെ മനസ്സൊക്കെ ഓക്കെ ആയി, മൈൻഡ് മാറി. അതുപോലെ തന്നെ നിധി അവിടെ ഇരുന്ന് ഭയങ്കര സന്തോഷം. അച്ഛനും ഇതൊക്കെ കണ്ട് അച്ഛനും അതിൽ കൂടി. അപ്പോൾ സുഭാഷിനെ നടുക്ക് നിർത്തിയിട്ട് 3 അനിയന്മാരും വട്ടം ചുറ്റി കളിക്കുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ വന്നിട്ട് നിർത്തടാന്ന് പറഞ്ഞു. അച്ഛൻ കയറി വന്നപ്പോൾ ഇവർ നിർത്തി ഇത് പറഞ്ഞപ്പോൾ
ഇതൊക്കെ ഏത് കാലത്തുള്ള പാട്ടാടാ, ഇങ്ങനെയാണോടാ ഡാൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ച് നമ്മൾ ട്രെൻഡിങ് ആയിരിക്കണോടാ, ട്രെൻഡ് ചെയ്യും, നിങ്ങൾ നോക്കി എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നൊരു പാട്ടും വെച്ചൊരു ഡാൻസ് കളിക്കാം. അങ്ങനെ അച്ഛൻ്റെ ഡാൻസും മക്കളുടെ ഡാൻസും പിന്നെ നിധിയുടെ ഡാൻസും അങ്ങനെ ആ വീട് അടിപൊളിയായിട്ട് ഇവർ ആ ഒരു ടൈം ഓവർകം ചെയ്തു. അപ്പോൾ സുനന്ദ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റേ പിന്നെ അവരുടെ ഇടയിലുണ്ടായില്ല. ആ ഒരു വിഷയം നല്ല പുഷ്പം പോലെ ഡീൽ ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സുധീഷ് രാവിലെ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹരീഷ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. നികേഷ് അവിടെ ഇരുന്നു വായിക്കോ എന്തോ എടുത്തോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് എന്തിനാണ് സുധീഷ് ഏട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കും. ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിൽ നിനക്കെന്താണ് പ്രശ്നമെന്ന് ഹരീഷിനോട് സുധീഷ് ചോദിക്കാം. എനിക്കെന്തോന്നു, എനിക്ക് പോകാൻ നേരമായി, ഒന്ന് മാറിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് ഞാൻ മുടി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് മാറണം, ഞാനല്ലേ ആദ്യം വന്നത്, എൻ്റെ ഇത് കഴിഞ്ഞിട്ട് നീ ചെയ്യാൻ മതി, അപ്പോൾ എനിക്ക് ആ ഒരു മിനിറ്റ് മതിയെന്ന് ഹരീഷ് വർമ്മ. എന്നാലും എൻ്റെ ഇത് കഴിഞ്ഞിട്ട് നീ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മുടെ നികേഷ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. കാലിലെന്ത് പറ്റി, അപ്പോൾ കാലിലെന്തോ കുത്തി അവിടെ നിന്ന് കയറി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് വന്നിരിക്കാം. എൻ്റെ സുഭാഷ് ഏട്ടാ ഇതെന്നാലും അടി വെക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എന്ന് നികേഷ് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് സുഭാഷിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാം. അപ്പോഴേക്കും ഒന്ന് മാറോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് അവിടെ കിടന്ന് സുധീഷിനോട് പറഞ്ഞു. സുധീഷാണെങ്കിൽ ലോക മേക്കപ്പ് കുറേ നേരമായി, മതി മാറാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പോയിട്ട് വേറെ ജോലി ഉണ്ടെന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ പിടിയും വലിയുമായി. അപ്പോഴത്തേക്കും എന്തു ആടായത്, നിനക്കൊക്കെ വേണമെങ്കിൽ വേറെ കണ്ണാടി മേടിച്ച് തരാം, ഓഹ് എന്നാൽ പിന്നെ രാവിലെ കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് പറയാം. ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞ സുധീഷേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോൾ 1 മിനിറ്റൊക്കെ മതി, നീ മാറിക്കാൻ കൊണ്ട് പറഞ്ഞുകൊണ്ട് സുധീഷ് പിന്നെ ഇടയ്ക്ക് കയറി. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടോ ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞപ്പോൾ ഹരീഷ് ഇടിച്ച് കയറി മുടി ചെയ്യാനായിട്ടങ്ങ് കയറിയപ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സുധീഷ് ഭയങ്കര മേക്കപ്പ് ചെയ്യുക. ഇത് എന്തോന്നാടാ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഗ്ലാമർ കൊണ്ട് സഹിക്കുന്നില്ലല്ലേ എന്ന് സുധീഷ്. കഷ്ടം, നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയേണ്ടി വരുന്നതെന്ന് ഓർക്കുമ്പോൾ അപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി. ഇത് എന്താടാ ഈ കാണിക്കുന്നത്, നിധിയെ കൊണ്ട് ഇന്ന് പോകേണ്ടതല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലേ സുഭാഷ് ഏട്ടാ, നിധി റെഡി ആയില്ലേ ഇതുവരെ, നിധി മോളെ എന്ന് പറഞ്ഞ സുഭാഷ് ചെന്നു. അപ്പോൾ ദേ വരുന്നു സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നിധി ബാഗായിട്ട് അങ്ങോട്ടേക്ക് വന്നു, സാരിയൊക്കെ കൊടുത്ത്. അപ്പോൾ ദേ ഏട്ടത്തി സാരി സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മുടെ നികേഷ് പറഞ്ഞു. താങ്ക് യു. അല്ല ഇൻ്റർവ്യൂ 10 മണിക്കാണെന്നല്ലേ പറഞ്ഞേ? അതെ. ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തിന്? അല്ല സെക്കൻഡ് റൗണ്ട് ടഫായിരിക്കും എന്നാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പം അതൊക്കെ ഏട്ടത്തെ അല്ല കൂളായിട്ട് പാസ്സാവത്തില്ലേ, പിന്നെന്താ കുഴപ്പമെന്ന് നികേഷ് ചോദിച്ചിട്ട് കുറേ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ നിൽക്കുക നിധിയെ തന്നെ നോക്കി. അപ്പോൾ ഹരീഷ് സുധീഷിനെ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്താ അല്ല സാരി എടുത്തപ്പോൾ എന്താ ഭംഗി, 3ാമത്തെ പ്രാവശ്യം സാരി എടുത്ത് കാണുന്നത്, പക്ഷേ ഇപ്പോഴും ആദ്യമായിട്ട് കാണുന്നത് പോലെയാണെന്നൊക്കെ പറയുമ്പം ഞാനിതിനൊക്കെ ഇപ്പോൾ എസ് മൂളണമായിരിക്കും അല്ലേ എന്ന് ഹരീഷ് ചോദിക്കാം. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ എന്നോട് പറയുന്നത്, പോടാ മൂരാച്ചി, കുറേ കോമൺ സെൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നിധിക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് സുഭാഷ് ഒന്ന് കഴിക്കാൻ പറഞ്ഞു. അയ്യോ വേണ്ട കഴിക്കുമോളെ എന്ന് പറഞ്ഞു. വേണ്ട സമയമായി സുഭാഷ് ഏട്ടെന്ന് പറഞ്ഞു. അത് പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ വേണ്ടാത്തോണ്ട് ഏട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് കൊടുക്കുന്നത് നിധി പെട്ടെന്ന് വാരി കഴിക്കുക. അതെല്ലാം നമ്മുടെ സുധീഷ് വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുക, ആരും അറിയാതെ. മതി നീ വെള്ളം കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളവും കുടിപ്പിച്ചു. അങ്ങനെ നമ്മുടെ നിധിയും കൊണ്ട് അവർ പോകുന്നു. അപ്പോൾ സുധീഷ് അപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. നിധി അന്നേരം കൈ കഴുകാനൊക്കെ ആയിട്ട് അങ്ങ് പോയി. അപ്പോൾ നിധി അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഫോണിൽ പകർത്തി നമ്മൾ സുധീഷ് ഇതും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സുഭാഷ് ഏടാ എന്നും പറഞ്ഞ് വിളിച്ചു. ഞാൻ റെഡിയാ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നിധിയെ കൈ കഴുകിയൊക്കെ വന്നു. അങ്ങനെ അവർ പോകാൻ നോക്കുമ്പോൾ പോകാം എന്ന് പറഞ്ഞു കേട്ടോ. മോളെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയോട് സുഭാഷ് പറഞ്ഞതനുസരിച്ച് വിളക്കിൻ്റെ മുന്നിൽ പോയി നിധി പ്രാർത്ഥിക്കുന്നു. ഇവരിത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. സുധീഷും ചെന്ന് നിധിയുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുക. പക്ഷെ നോക്കുന്ന മുഴുവൻ നിധിയെ ഇങ്ങനെ വട്ടം വലിഞ്ഞു നിന്ന് നോക്കുവാണ്. അങ്ങനെ ചേട്ടനും അനിയന്മാരും ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനായി. ടാറ്റാ.